നടുവേദനയുള്ള ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണത്. പ്രത്യേകിച്ച് ഒരുപാട് നേരം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ജോലി ചെയ്യുന്നവർ, ഡെസ്ക് ജോബ് ചെയ്യുന്നവർ, അധികം നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് സാധാരണ ഇത്ര ആൾക്കാർക്കുള്ള വേദന ഉണ്ടാവുക. ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്നും അതിന് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ട്രെച്ച് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ. ഈ പൊസിഷനിൽ ഇങ്ങനെ കിടന്നതിന് ശേഷം നമ്മൾ കാലിന്റെ മുട്ടുമടക്കുക. തുടയുടെ ബാക്കിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം മെല്ലെ ഈ കാല് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഈ ഭാഗത്ത് നല്ല പോലെ സ്ട്രെച്ച് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മളുടെ പാദങ്ങൾ നമ്മുടെ വശത്തേക്ക് ഇത് മടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയിൻ നല്ല പോലെ ഒരു സ്ട്രെച്ച് കിട്ടും. ഇതൊരു 15 to 20 സെക്കൻഡ്, അതായത് 15 മുതൽ 20 വരെ നമ്മൾ സാവധാനം എണ്ണിയാൽ മതി. വീണ്ടും റിലാക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ നമ്മൾ കുറച്ചും കൂടി നമ്മളുടെ മുട്ട് നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഇത് സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടിയും നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ച് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത് നമ്മളുടെ ലിമിറ്റ് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. ശ്വാസം നല്ലപോലെ വലിച്ചു വിടാൻ ശ്രമിക്കുക. നമ്മളുടെ ബോഡിയുടെ ലിമിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പോസ്ചറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തല, കഴുത്ത്, ഷോൾഡർ, കൈ ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാറുള്ളൂ. എന്നാൽ നടുവേദനയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ലംബാർ ഏരിയയിൽ വരുന്ന സ്ട്രെയിനും, അതിനോടൊപ്പം തന്നെ നമ്മൾ കാലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ കാലിന്റെ അടിയിലുള്ള മസിൽസ് ഒരു പകുതി മടക്കിയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് മുട്ട് കംപ്ലീറ്റ് മടങ്ങിയിട്ടുമില്ല എന്നാൽ കംപ്ലീറ്റ് നിവർന്നിട്ടില്ല. ഈ ഒരു പകുതി മടങ്ങിയ അവസ്ഥയിൽ അധികം നേരം നിൽക്കുമ്പോൾ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ്, അതായത് തുടയുടെ പിൻഭാഗത്തുള്ള മസിൽസിന് ഒരുപാട് സ്ട്രെയിൻ വരികയും അതുമൂലം അത് ടൈറ്റ് ആവുകയും ചെയ്യും. ആ മസിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ ബാക്ക് കൃത്യമായിട്ട് സ്ട്രെച്ച് ആവാതിരിക്കുകയും അതുമൂലം ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നടുവിനെ ചികിത്സിക്കുമ്പോഴും നടുവേദനയ്ക്ക് ചികിത്സിക്കുമ്പോഴും നമ്മൾ തുടയുടെ ബാക്കിലുള്ള മസിൽസും നല്ലപോലെ ഫ്ലെക്സിബിൾ ആവാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം നമ്മൾ വർക്കൊക്കെ ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിക്കറന്റ് ആയിട്ട് വരുന്ന ബാക്ക് പെയിനും ബാക്കിലത്തെ ഇഷ്യൂസും തൈ മസിൽസിലുള്ള സ്റ്റിഫ്നെസ്സും അതുമൂലം ഉണ്ടാവുന്ന നീ പെയിൻ ഒക്കെ കുറയ്ക്കാൻ ഈ സ്ട്രെച്ച് വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണോ? നിങ്ങൾക്ക് ഇതുപോലെ തൈ മസിൽസ് എല്ലാം ടൈറ്റ്നസും സ്റ്റിഫ്നെസ്സും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ താഴെ കമന്റിൽ പറയൂ. സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള ഇത്തരം അറിവുകൾക്ക് ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. അതുപോലെ ഡെസ്ക് ജോബ് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ.